പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയൻ ദേവേനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, അങ്ങനെ ആദർശിനും അതുപോലെ തന്നെ അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഇപ്പം നിന്നേക്കാളും ഇങ്ങനെ കൂടുതൽ സ്നേഹം നയനിനോടാണ് എന്നുള്ളത്. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജയേട്ടനോ എന്ന് ചോദിക്കുമ്പോൾ ജയനാണെങ്കിലും അതിന് പെട്ടെന്ന് ഒരു മറുപടി പറയുന്നില്ല കേട്ടോ. അപ്പം തന്നെ ദേവേനെ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ മറുപടി പറയാൻ വൈകിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ജയേട്ടനും അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും അവളെ അങ്ങനെ മരുമകളായിട്ട് കണ്ടിട്ടില്ല, മകളായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അവളില്ലാത്ത വീട് എനിക്കും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ആദർശനാണെങ്കിലും ശ്വാസം മുട്ടലും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ നയനമോളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വാശി ഇതൊന്നും കാണിക്കാതെ മോളെ പോയി ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരണം എന്നുള്ളതിലൊക്കെ തന്നെയാണ് കേട്ടോ ജയൻ സംസാരിക്കുന്നത്. പിന്നീട് ആദർശാണെങ്കിലും ഇങ്ങനെ ഉറക്കമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ് കേട്ടോ, രാത്രിയിലാണ്. അപ്പോൾ നൈനിയാണെങ്കിലും ഇങ്ങനെ ആദർശിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ കോൾ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈനിക്കാണെങ്കിലും ആദ്യം കോൾ എടുക്കാതെ വന്നപ്പോൾ ഇനിയിപ്പോൾ ബാത്റൂമിലെ മറ്റോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും അങ്ങനെ ആദർശാണെങ്കിൽ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് കോൾ കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നൈന ഇത് കോൾ കട്ട് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ആകെ വിഷമാവുന്നുണ്ട് നൈനയ്ക്കാണെങ്കിലും. പിന്നീട് ആദർശാണെങ്കിലും എല്ലാം അവിടെ നിന്ന് എണീറ്റ് താഴേക്ക് പോരുകയാണ്. അപ്പോൾ താഴെ വന്ന് സോഫയിൽ ഇരിക്കുന്ന സമയത്ത് ദേവയാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഉറക്കം വന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദേവയാനി ഉറങ്ങാതെ വന്നതാണല്ലോ. അപ്പോൾ ആദർശം തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്താ ഉറങ്ങിയിട്ടില്ല എന്ന് ചോദിക്കും. അപ്പോൾ നീ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയും. അപ്പോൾ നിനക്ക് അവളില്ലാതെ പറ്റില്ല, നിനക്ക് ഉറക്കം വരില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാൽ പിന്നെ അവളെ പോയി വിളിച്ചൂടെ എന്ന് ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയും, ഞാൻ പോയി വിളിച്ചതാണല്ലോ, അവൾ വരാത്തതല്ലേ എന്ന് പറയൂ കേട്ടോ. ഇനിയിപ്പോൾ നാണം കെട്ടി ചെന്ന് വിളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ്. അവൾക്ക് ഇങ്ങനെ പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ്, അവളുടെ കഴിവിനെ ഞാൻ കുറച്ച് കാണുമെന്നല്ല എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ മറ്റ് ജ്വല്ലറിക്കാരെങ്കിലും അവളെ വിളിച്ചൊന്നും പറയാനും പറ്റില്ല എന്ന് പറയും. അപ്പോൾ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ വിളിച്ചാൽ അവൾ പോകുമെന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറയും, അവൾ പോവില്ല, പക്ഷേ അവളുടെ അച്ഛനും അമ്മയും നിർബന്ധിച്ചാൽ ചിലപ്പോൾ അവൾ പോയിക്കൂടാന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദർശ് അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ മകൾ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോവില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് ദേവയാനി മനസ്സിലിങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഓർക്കുന്നത്. പിന്നീട് നൈനിനെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ആദർശിനെയാണെങ്കിലും. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നത്, ഞാൻ ഇനി നാണം കെട്ടി ചെന്ന് അവളെ വിളിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അവളെ വിളിച്ചു കൊണ്ടുവരാതിരുന്നാലും ഒക്കെ നിനക്കല്ലേ കൂടുതൽ ഇങ്ങനെ നഷ്ടം ഉണ്ടാവാൻ പോകുന്നത്, നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ അവളെ ആവശ്യമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടെങ്കിലും ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ദേവയാനിയോട്, അവളില്ലെങ്കിലും നമ്മുടെ കമ്പനി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്, ഇപ്പോൾ കുറച്ച് സെയിൽ കൂടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ആ നഷ്ടം ഞാനങ്ങ് സഹിച്ചോളാം, എന്നാലും നൈനേനെ ചെന്ന് വിളിക്കില്ല എന്നാണ് കേട്ടോ ആദർശ് വാശി തന്നെയാണ്. അപ്പോൾ ദേവയാനിക്ക് കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ മുന്നിട്ടിറങ്ങി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നിങ്ങനെ ദേവയാനി മനസ്സിലിങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവയാനിയാണെങ്കിൽ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു ആദർശിനെ നയനെ പോയി വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് എന്താ അവളെ വിളിച്ചു കൊണ്ടുവരണം എന്ന് ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് നിർബന്ധമൊന്നുമില്ല, അപ്പം നിനക്കല്ലേ അവൾ ഇവിടെ ഇല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവാൻ പോകുന്നതെന്ന് ആ സമയത്താണ് പറയുന്നത്. നയനയ്ക്കാണെങ്കിലും കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ, ആദർശ് കോൾ എടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഉറക്കം വരാതെ കിടക്കുകയാണ്. നന്ദു ആണെങ്കിൽ അപ്പുറത്ത് ഇങ്ങനെ നയനയുടെ തൊട്ടപ്പുറത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നയനയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ ആദർശേട്ടനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഫോൺ എടുക്കുന്നത് തന്നെ. അപ്പോൾ ആ സമയത്ത് നന്ദു ഉണർന്നിട്ട് പെട്ടെന്ന് തന്നെ എണീറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരാ ചേച്ചി എന്ന് വെച്ചിട്ട് അങ്ങ് വിളിക്കുമ്പോൾ അത് ദേവയാനി ആയിരിക്കും. അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മയാണല്ലോ, ചേച്ചിയുടെ അമ്മായിയമ്മയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കോൾ എടുക്കാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മ പിന്നെ ഇപ്പം എന്തിനാണ് വിളിക്കുന്നത്, അവർക്ക് ചേച്ചിനോട് ദേഷ്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും നയന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടന് ചിലപ്പോൾ ഉറക്കം വന്ന് കാണില്ല, അത് പറയാനായിരിക്കും അമ്മ വിളിക്കുന്നത്. ആ ഫോൺ വാങ്ങിക്കാനായിട്ട് നയന കുറേ നോക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ നന്ദു അത് കൊടുക്കുന്നില്ല. അപ്പോൾ ചേച്ചി എങ്ങനെ ഫോൺ എടുക്കണ്ട, ചേച്ചിനോട് ഭയങ്കര ദേഷ്യമല്ലേ അവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ആ ഫോൺ അങ്ങ് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദേവയാനി. അപ്പോഴും നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ കോൾ എടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ ദേഷ്യമാവും എന്ന് പറയാണ്. നയന അങ്ങനെ പറയുമ്പോഴും നന്ദു ഫോണൊന്നും കൊടുക്കുന്നില്ല. നന്ദു പറയുന്നുണ്ടായിരുന്നു, ദേഷ്യമാവുകയാണെങ്കിൽ അങ്ങ് ദേഷ്യം ആയിക്കോട്ടെ, അങ്ങനെ ചേച്ചിയുടെ അമ്മായിയമ്മ ചേച്ചീനെ സ്നേഹിക്കുന്നൊന്നുമില്ലല്ലോ, ഇപ്പോഴും ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണല്ലോ, ഇതൊക്കെ എത്രയെന്ന് വെച്ചിട്ടാ സഹിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ നയനയോട് പറയുകയാണ്. അപ്പോൾ നന്ദു എന്നൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് എനിക്കാണെങ്കിലും ഒന്നും തുറന്ന് പറയാനൊന്നും പറ്റുന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ചേച്ചീനെ സ്നേഹിക്കാത്തവരുടെ കൂടെ ചേച്ചി എന്തിനാ അവിടെ പോയി ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നീട്
ചേച്ചിക്ക് ആരോട് സ്നേഹമില്ല എന്നൊക്കെ നന്ദു പറയുമ്പോൾ എനിക്ക് എല്ലാവരോടും സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ, അതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ എന്ന് പറയുകയാണ് കേട്ടോ. ഞാൻ എന്നെ വെറുക്കുന്നവരെ പോലും ഇങ്ങനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ ആദർശേട്ടൻ്റെ അമ്മേനോടും ചേച്ചിയുടെ അമ്മായിമ്മേനോടും സ്നേഹം ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, ആദർശേട്ടൻ്റെ അമ്മ എന്ന നിലയിൽ എനിക്ക് എൻ്റെ അമ്മായിമ്മേനോട് നല്ല സ്നേഹം തന്നെയാണ് എന്ന് പറയും. അപ്പോൾ ചേച്ചിക്ക് അങ്ങോട്ടല്ലേ സ്നേഹമുള്ളൂ, തിരിച്ചിങ്ങോട്ടില്ലല്ലോ, അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ കിടന്നുറങ്ങാൻ നോക്ക്, കോളൊന്നും എടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ ചേച്ചിക്ക് ഞങ്ങളെയൊക്കെ വിട്ട് ഒഴിവാക്കി പോകണമെങ്കിൽ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങ് കിടക്കൂട്ടോ. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. അപ്പോൾ നന്ദു ആണെങ്കിലും മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളെയൊക്കെ കുരങ്ങ് കളിപ്പിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് ഇങ്ങനെ നന്ദു ഇങ്ങനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ദേവയാനിയാണെങ്കിലും അതിനെ കോൾ എടുക്കാത്തതുകൊണ്ട് ആദർശ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ആദർശ് ദേവയാനിയോട് ചോദിച്ചല്ലോ, അമ്മയ്ക്ക് എന്താ അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാം ഇത്ര നിർബന്ധം എന്ന് ചോദിച്ചത്. അതുപോലെ ആദർശ് ചെന്ന് ഇങ്ങനെ ഇനി നൈനേനെ വിളിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഓർത്താകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ്. ജയൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി ഒരുങ്ങി ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇത്ര രാവിലേക്ക് എവിടെയൊക്കെയാ പോകുന്നതെന്ന് ചോദിക്കും. ഒന്ന് അമ്പലത്തിലേക്ക് പോവാണെന്ന് പറയും കേട്ടോ. അപ്പൊ ഇത്ര രാവിലെ ഇത്ര നേരത്തെ ഒന്നും പോവാറില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ അവളില്ലാത്ത വിഷമത്തിലല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും മനഃശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ അതിന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, അതിന് വേണ്ട പരിഹാരം എന്താന്ന് വെച്ചാൽ ചെയ്യാണ് വേണ്ടത്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ജയൻ ഓരോരോ കാര്യങ്ങൾ ദേവയാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മകനെ ചിലപ്പോൾ ഇങ്ങനെ മോളുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കാണേണ്ടി വരും, ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവയാനി നൈനയോട് മോശമായിട്ട് പെരുമാറിയോണ്ടാണല്ലോ ഇപ്പോൾ നൈനേനെ അച്ഛനും അമ്മയും ഇങ്ങനെ വീട്ടിലേക്ക് വിടാത്തത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇത്രയും നാളായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് നൈന മോള് ഇവിടെ വന്നിട്ടും, അപ്പൊ ഇതിനെയൊക്കെ ഇനിയെങ്കിലും ഒരു മാറ്റം വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ജയനാണെങ്കിലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ദേവയാനിക്കാണെങ്കിലും അതൊക്കെ ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവയാനി ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, രാവിലെ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ മുറ്റത്ത് മോള് കോലം വരയ്ക്കുന്നതാണ് എന്നും കാണാറുള്ളത്, ഇനിയൊന്നും എനിക്കത് കാണാതിരിക്കാനൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ മോളെ ഇങ്ങനെ അധികം ദിവസം കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഓർത്ത് ആകെ സങ്കടത്തിലാണ് കേട്ടോ ദേവയാനി. അത് കഴിഞ്ഞ് പിന്നെ ദേവയാനി അമ്പലത്തിൽ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ എൻ്റെ മരുമകളുടെ അച്ഛനും അമ്മയും അവളെ എൻ്റെ കൂടെ വിടാനുള്ള മനസ്സ് കാണിക്കണേ, അവർക്ക് അത് തോന്നിക്കണേ ദേവി എന്നൊക്കെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കഴിയുമ്പോഴേക്കും തിരുമേനി അകത്തുനിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ചോദിക്കും, എന്താ മുഖത്തൊരു സങ്കടം എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ സങ്കടം എന്താണെന്ന് ഞാൻ ദേവിനോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ദേവി നടത്തി തന്നിട്ടില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ സങ്കടത്തിലായിരിക്കും ഇനി ഞാൻ ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ടായിരുന്നു, ദേവീനെ മനസ്സറിഞ്ഞ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദേവി എന്തായാലും ആ സങ്കടം മാറ്റിത്തരും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വെറുതെ പറയുന്നതല്ല. അതുപോലെ ഇങ്ങനെ ആദർശം നൈനയും കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ കീരിയും പാമ്പും ആയിരുന്നല്ലോ, അന്നൊക്കെ ആ സമയത്ത് ആ കുട്ടി ഇങ്ങനെ മരുമോൾ ഇങ്ങനെ മനസ്സറിഞ്ഞാണ് ദേവീനെ വിളിച്ചിരുന്നത്. എന്നിട്ടിപ്പോൾ അതൊക്കെ മാറിയില്ലേ, അതൊക്കെ അതിനൊരു ഇത് തന്നെയാണ്. എന്തായാലും ദേവിക്ക് ഇഷ്ടപ്പെട്ട കുട്ടിയാണ് ഇങ്ങനെ നൈനമോള് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടീനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ദേവി സ്നേഹിക്കുന്ന ആരെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദേവി അത് ഇങ്ങനെ സഹിക്കില്ല, പൊറുക്കില്ല, അത് നല്ലതിനായിരിക്കില്ല, നമുക്ക് ദോഷം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിനോട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും കേട്ടോ. പിന്നീട് പ്രസാദൊക്കെ വാങ്ങിച്ചിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് അതുപോലെ തന്നെ നവ്യേനെയും ഗോവിന്ദനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഗോവിന്ദന് ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ നവ്യ പറയുന്നുണ്ടായിരുന്നു, നൈനയാണെങ്കിലും ഭയങ്കര പ്രഷറിൽ നടക്കുകയാണ്, അച്ഛനും അമ്മയും എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ മോൾക്ക് മനസ്സിലായിക്കോളും എന്നിങ്ങനെ നവ്യനോട് ഗോവിന്ദൻ പറയാണ് കേട്ടോ. എന്നാലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു എന്നിങ്ങനെ പറയുന്ന സമയത്തും ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, അത് മോൾക്ക് അറിയില്ലേ, മോളുടെ 7ാം മാസ ചടങ്ങിന് ഞങ്ങൾ അവിടെ വന്നപ്പോഴും നൈന മോളോട് ഇങ്ങനെ മോശമായിട്ടല്ലേ അവളുടെ അമ്മായിമ്മ പെരുമാറിയത്, ഇതിപ്പോൾ എത്രയാന്ന് വെച്ചിട്ടാ, ഒരുപാട് ഇങ്ങനെ നാളായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, ഇനിയെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് ദേവയാനി എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ആരാ വരുന്നതെന്ന് നോക്കിക്കേ, ആദർശേട്ടൻ്റെ അമ്മയാണല്ലോ വരുന്നതെന്ന് പറയുമ്പോൾ എന്തായാലും ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് എന്ന് ഗോവിന്ദനും പറയാണ്. ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ട് മോളെ കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ എന്തായാലും അത് നടക്കില്ല എന്ന് നവ്യനോട് തറപ്പിച്ച് അങ്ങ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഗോവിന്ദനാണെങ്കിലും. അപ്പോഴേക്കും കനകി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിയാണെങ്കിലും വന്ന് കയറിയ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ടുപോകാനാണ് വന്നത് എന്ന് പറയൂ കേട്ടോ. അതെങ്ങനെ പറ്റും എന്ന് ചോദിച്ചിട്ട് കനകയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതിലാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്.
വന്ന് കയറിയപ്പോൾ തന്നെ നയന എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവള് കുളിക്കുകയാണെന്ന് നവ്യ പറയുകയും ചെയ്യാണ്. അപ്പോൾ കനക പറയും അവളുടെ കുളി ഇപ്പൊ കഴിഞ്ഞു കാണും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ആദർശിന്റെ ഭാര്യയാണ് ഇപ്പൊ നയന. അപ്പൊ എന്തായാലും അവൾ അവിടെയല്ലേ താമസിക്കേണ്ടേ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. എന്നിട്ട് എന്താ അവൻ വന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ അവളെ പറഞ്ഞു വിടാതിരുന്നത് എന്നും കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെ ശരിയാവും, ഇപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അവിടെ വന്ന സമയത്തും വളരെ മോശമായിട്ടല്ലേ ഇങ്ങനെ മോളുടെ അമ്മായിമ്മ അവളോട്, ആദർശ് അമ്മ അവളോട് പെരുമാറിയത്. ഇനിയിപ്പോൾ അതൊന്നും ഇങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ നയനമോളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നീ പോയി അവളെ വിളിച്ചുകൊണ്ട് വരിക, അവളുടെ തീരുമാനം അത് തന്നെയാണെന്ന് ഞാനൊന്ന് ചോദിച്ച് ഇന്ന് രണ്ടിലൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് അങ്ങ് തറപ്പിച്ച് പറയാണ് കേട്ടോ ദേവയാനി. അപ്പോൾ എന്തായാലും പിന്നീട് അവളുടെ കാര്യം ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളുടെ തീരുമാനം അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. പിന്നീട് നയനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറയാണ് കേട്ടോ. അപ്പൊ ശരി അമ്മായി എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നെ അത് മാത്രമല്ല കനകേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ ഇത്ര ഇങ്ങനെ വാശി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കൊരു വാശിയില്ല എന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ അവസരം മുതലാക്കുകയാണോ, ആദർശിനെ അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവസരം മുതലാക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവസരം മുതലാക്കുന്ന ആളുകളല്ല ഞങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോൾ ഈ ചെയ്യുന്നതോ എന്ന് ചോദിക്കുകയാണ്. അതിൽ ഞങ്ങൾ പറഞ്ഞാലും ഇങ്ങനെ കാര്യമില്ല, ഇങ്ങനെ മോളുടെ അമ്മായിമ്മ അവളോട് ഇങ്ങനെ മോശമായിട്ടല്ലേ ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കനകയാണെങ്കിലും അതിനെക്കുറിച്ച് അങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ മടുത്തു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം നയന മോളോട് പറഞ്ഞിട്ടുണ്ട്, അവൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി കനകയുടെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ്